ഹോസ്പിറ്റൽ ഡേയ്സിൽ അങ്ങനെ കൺക്ലൂഷൻ കുറിക്കാൻ ടൈമായിട്ടോ. ഇന്ന് ഡിസ്ചാർജിങ് ഡേ ആണ്. ബാഗെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. എപ്പിഡ്യൂറൽ എടുത്തുകൊണ്ട് ഡെലിവറി എല്ലാം സ്മൂത്ത് ആയിരുന്നു. പക്ഷെ അതിനുശേഷം ബേബിക്ക് കുറച്ച് ബിലിറൂബിൻ കുറച്ച് കൂടുതലായിരുന്നു. അതുകൊണ്ട് ഒരു 2 ഡേയ്സും കൂടെ NICUലായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നാളത്തെ ഹോസ്പിറ്റൽ പ്രവാസമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീടെത്തി. മമ്മി ഇതാ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളെ അകത്തേക്ക് സ്വീകരിച്ചു കേട്ടോ. വീട്ടിലേക്ക് വരുമ്പോൾ എനിക്കുണ്ടായിരുന്ന ആകെ ഒരു വിഷമം ഇച്ചാൻ കൂടെ ഇല്ലല്ലോ എന്ന് ഓർത്ത് മാത്രമാണ്. കാരണം ഇച്ചാൻ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ വാവേനെ റിസീവ് ചെയ്യുന്നത് മുതൽ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിക്കുകയായിരുന്നു എങ്ങനെയായിരിക്കുന്നത്. പക്ഷെ ആ വിഷമം എല്ലാം മാറ്റിയത് ഒരു ബ്ലഡ് റിലേഷൻ അപ്പുറം ഞങ്ങളുടെ ഈ റിലേഷൻഷിപ്പാണ് അനു. ഒരു സിസ്റ്ററിനേക്കാളും ഉപരി എനിക്ക് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അനു അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ചോദിക്കും അനു എൻ്റെ ആരാന്ന്. എനിക്ക് ശരിക്കും എൻ്റെ ഓൺ സിസ്റ്റർ പോലെ തന്നെയാണ്. കാരണം ഓൺ സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇതുപോലെ ഓരോ കാര്യങ്ങൾ ആരും ചെയ്തു തരില്ല കേട്ടോ. അത്രയും കാര്യമായിട്ടാണ് എന്നെയും ബേബീനെയും റിസീവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീട്ടിലാൾ സെറ്റ് ചെയ്തത് കേട്ടോ. ഒരുപാട് നാളായി സ്വീറ്റ്സ് കഴിച്ചിട്ട് ഷുഗറൊക്കെ പിടിച്ചായിരുന്നു, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് കേക്ക് കഴിച്ചപ്പോൾ എന്തെന്നില്ലാത്തൊരാശ്വാസമായിരുന്നു. ഒരാളുടെ കാര്യം വിട്ടുപോയി. ഇനി വാവയുടെ കാര്യങ്ങളൊക്കെ അപ്പു അച്ചാച്ചനും അനുമേമയും കൂടി അങ്ങ് ആവട്ടെ.